നമസ്തേ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും അപ്പോ ഞാൻ പറഞ്ഞു, ക്രിയ കഴിഞ്ഞപ്പോ 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് വിശേഷം കഴിഞ്ഞപ്പോ 2 റിക്വസ്റ്റ്. അതിൽ ക്രിയാവിശേഷനാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടത് കാലാണെന്ന് പറഞ്ഞു. ഇന്ന് ഞാന് കാലിന്റെ ഭേദ്, അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. ഒരുവിധം എല്ലാവരും വിചാരിക്കും എനിക്ക് ഒരുപാട് അറിയാത്തത് എന്താന്നുണ്ട്. അതിനെക്കാട്ടും ഇരട്ടി ആൾക്കാർക്ക് കാൽ എന്നുള്ള ടോപ്പിക് വളരെ ടഫാണ് ഫേസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ അതിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങള് അതിന്റെ ഭേദിനെ തന്നെ മാറ്റുന്നുണ്ട്. അത് ഈ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പൊ അതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളതാണ് ഇന്ന് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇത് ഞാൻ 2 ഭാഗമായിട്ട് അല്ലെങ്കിൽ 2 or 3 ഭാഗമായിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നു. കാരണം കാൽ എന്നുള്ള ടോപ്പിക് 3 ഭേദും അതിന്റെ വീണ്ടും ഭേദങ്ങളുണ്ട്, ഉപഭേദം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ലെങ്തിയാണ് ആ ടോപ്പിക്. ഒറ്റയടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും കാണാനും ഇൻട്രസ്റ്റ് വരില്ല, പഠിക്കാനും പറ്റില്ല. ഇത് ഞാൻ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മെയിൻ 3 ഭാഗങ്ങൾ കാലിന്റെ ഏതാന്ന് നമുക്ക് നോക്കാം. പ്ലസ് ഭൂത്കാലിന്റെ ഭേദങ്ങളും നോക്കാം. അപ്പൊ തുടങ്ങാം. സോ ഇന്നത്തെ ടോപ്പിക് കാൽ. കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടൈം. നമ്മൾ ടൈമിനെ കുറിച്ചിട്ടാണ് ഇവിടെ അങ്ങനെ സംസാരിക്കാൻ പോണത്. കാൽ ടൈം ആണ് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് കാലിന്റെ ഓരോ ഘട്ടവും മനസ്സിലാവുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ഏത് ടൈമിലാണ് നടന്ന് എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ കാലിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മുടെ പ്രവൃത്തി, ക്രിയയുടെ സമയം ബോധപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് കാലില് നമ്മൾ ഉൾപ്പെടുത്തുക. നമ്മുടെ ക്രിയ എപ്പോഴാണ് നടന്നത് എന്നുള്ളത് അത് പൂർണ്ണമായിട്ടാവാം അല്ലെങ്കിൽ അപൂർണമായിട്ടാവാം. ചില സാധനം നമ്മൾ മുഴുവനായിട്ട് ചെയ്യലോ, ചിലത് നമ്മൾ ചെയ്യാൻ പറ്റില്ല, പകുതിയിലൊക്കെ നിർത്തിയെന്നോ അല്ലെങ്കിൽ ഒട്ടും ചെയ്യാൻ പറ്റാണ്ട് നിർത്തിയെന്നോ അങ്ങനെയൊക്കെ ആവാം. നമുക്ക് സംശയമുള്ളതും ആവാം, അല്ലാത്തതും ആവാം. ഇത് ഏതാണെങ്കിലും സമയം എന്നുള്ളത്, നമ്മുടെ ക്രിയയുടെ സമയം കാണിക്കാവുന്ന ഇതിനെയാണ് കാൽ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് 3 ഭേദുണ്ട്. മെയിൻ ആണ് ഞാൻ പറയുന്നത്, 3 ഭേദുണ്ട്. ഫസ്റ്റ് ഭൂത്കാൽ. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഭൂത്കാലും വർത്തമാൻകാലും, അത് 3 ആർക്കാ അറിയാത്തത്? വർത്തമാൻകാൽ, ഭവിഷ്യകാൽ. ഇതാണ് ഇതിനെ 3 നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 ഭേദ. ഭൂത്കാൽ, വർത്തമാൻകാൽ, ഭവിഷ്യകാൽ. ഭൂത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭൂതം, പ്രേതം, അതൊക്കെ എങ്ങനെയാ നമ്മൾ പാസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ദിസ് ഇസ് പാസ്റ്റ്, ഇത് കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ കാര്യത്തിനാണ് ഭൂത്കാൽ എന്ന് പറഞ്ഞാൽ. വർത്തമാനം നമ്മൾ വർത്താനം പറയുക, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് വർത്തമാൻ കാൽ എന്ന് പറയുന്നത്. വർത്തമാൻ കാൽ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭാവി, ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നത് അതിന്റെ ഭവിഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി, നമ്മുടെ ഭവിഷ്യം നടക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്നതാണ് ഭവിഷ്യകാൽ. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസിലൂടെ ഇതെങ്ങനെ നമുക്ക് ഇതിലേക്ക് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. കാരണം നോർമൽ ആയിട്ട് ഈ 3 സെക്ഷൻ എങ്ങനെ നമുക്ക് തരം തിരിക്കാം എന്നാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഭൂത്തിന്റെ ആണ് ഫസ്റ്റ് എഴുതാൻ പോണത്. ഭൂത്കാൽ വഹ ലിഖ്താ ഥാ मैंने देखा था, मोहन ने पढ़ा होगा, वह लिख रही थी. ഓക്കെ, 4 തരത്തില് ഞാന് ഭൂത്ത് എഴുതിയിട്ടുണ്ട്. 4 തരത്തിലുള്ള സെന്റൻസുകൾ ഭൂത്കാലം എഴുതിയിട്ടുണ്ട് ഞാൻ. ഇവിടെ നിങ്ങൾക്കറിയാം ഇതിലെല്ലാം
കോമൺലി നമുക്കൊരു തോന്നലുണ്ട് വെറും ഥാ ഥേ ഥി എന്ന് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഭൂത്കാൽ വരിക എന്നുള്ളത്. അല്ല, അതല്ലാണ്ടും വരും. അതാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓരോ പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് നടക്കുന്ന കാരണം അല്ലെങ്കിൽ സമയമാണ് അവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വഹ ലിഖ്ത ഥ, അവൻ എഴുതുന്നുണ്ടായിരുന്നു. വഹ ലിഖ്ത ഥ, മാനെ ദേഖാ ഥ, ഞാന് കണ്ടിട്ടുണ്ടായിരുന്നു. മോഹനെ പഠാ ഹോഗ, മോഹൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉറപ്പില്ല, ഉണ്ടാവും, അതും കഴിഞ്ഞു പോയതാണ്. വഹ ലിഖ് രഹി ഥി, അവൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാ സെന്റൻസിലും നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞുപോയി. പക്ഷെ ഇതിന്റെ എല്ലാം എനിക്ക് ലാസ്റ്റ് ഡിഫർ ചെയ്ത് അത് ഇതിന്റെ ഭേദം വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിനാണ് ഇങ്ങനെ പല തരത്തിലുള്ള സെന്റൻസുകൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാ സെന്റൻസും ഒന്നും കൂടി വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം ഭൂത്കാലാണ്, പക്ഷെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ എല്ലാം അവസാനങ്ങള് വേറെ വേറെയാണ്. അപ്പൊ ഇനി ഇതിന്റെ ഭേദ് വരുമ്പോ ഇതിന്റെ നമുക്ക് ഡിഫറൻസ് കറക്റ്റാ മനസ്സിലാക്കാം. ഇനി അടുത്തത് വർത്തമാൻ കാലം നമുക്ക് നോക്കാം. വർത്തമാൻ കാലം ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. मैं खाता हूं, गीता पढ़ रही है, सूर्य डूब रहा है, सीता खेल रही होगी, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതെല്ലാം ഇപ്പൊ നടക്കുന്ന പ്രസന്റ്ലി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. मैं खाता हूं, ഞാൻ കഴിക്കുകയാണ്. ഗീത പഠ രഹി ഹൈ, ഗീത പഠിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. സീത കളിക്കുകയാണ്. എല്ലാം തന്നെ ഇപ്പോ ആണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ രഹി ഹോഗി, രഹാ ഹെ, രഹി ഹെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ പല രൂപങ്ങളാണ്. ഈ ഒരു സമയത്തിന്റെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയുടെ രൂപത്തില് ഈ മാറ്റങ്ങൾ എന്തുകൊണ്ട്, ഈ എൻഡിങ് എന്തുകൊണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ഇതിന്റെ ഭേദം തന്നെ നോക്കി പഠിക്കണം. അല്ലെങ്കിൽ ഹേ വരുന്നത് മാത്രമാണ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ധാതേഥി വന്നാൽ മാത്രമേ ഉള്ളൂ. ഭവിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഗാ ഹോഗി വരുമ്പോ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഇത് പഠിപ്പിക്കേണ്ടത്. പ്ലസ് ഇതിന്റെ സബ് ഡിവിഷൻസ് വരുമ്പോ അവിടെയാണ് നമ്മള് മിസ്റ്റേക്ക് വരുത്താറുള്ളത്. ഇനി നമുക്ക് ഭവിഷ്യകാലം എന്നുള്ളത് നോക്കാം. ഇതുവരെയുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഭവിഷ്യകാലിലെ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ കേട്ടോ, ഭവിഷ്യകാലാണ്. തും കൽ പഠോगे, നീ നാളെ പഠിക്കൂ എന്നാണ് ചോദിക്കുന്നത്. നാളെ നീ പഠിക്കൂ. കൽ എന്ന് വരുമ്പോ തന്നെ എല്ലാവർക്കും കഴിഞ്ഞു പോയതാണോ വരാന്നതാണോ ടീച്ചർ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് പഠോगे ഗേ എന്നൊക്കെ വരുന്നതാണ് അവിടെ അങ്ങനെ വരുന്നത്. തും കൽ പഠോगे, शायद वह कल आएगा, ചിലപ്പോ നാളെ വരുമായിരിക്കും, നാളെ വരുമായിരിക്കും. കൽ ആയേഗ എന്ന് പറയണം. വഹ ആയേ तो मैं जाऊं, ഒക്കെ ഭാവിയിൽ നടക്കാൻ പോണ കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് ഭവിഷ്യകാലില്. ഭവിഷ്യകാലിന്റെ അത് ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപഭേദം എന്നുള്ളത് കാലിന്റെ മെയിൻ ഭേദങ്ങളാണ് ഈ മൂന്നെണ്ണം. അതിന്റെ ഉപഭേദമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഭവിഷ്യകാലിന്റെ മാത്രമല്ല വർത്തമാൻ കാലം ഭൂതകാലത്തിന്റെ ഒക്കെ ഈ ലാസ്റ്റിൽ വരുന്ന ഡിഫറൻസുകൾ എന്തുകൊണ്ടാണെന്ന് അറിയുക. അല്ലാണ്ട് കോമൺ ആയിട്ട് നമ്മളിപ്പോ ഒരു കുട്ടിക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ
ധാ തെ thi പറഞ്ഞ പാസ്റ്റായി, വർത്തമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ഒക്കെ വരുന്നതൊക്കെ വർത്തമാനായി, ഭവിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഗ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതാക്കി അങ്ങനെയൊക്കെ ഒരു ഊഹത്തിൽ പറഞ്ഞു കൊടുക്കണേ. കാരണം ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മെയിൻ ആയിട്ട് കുട്ടികളെ എവിടെയെങ്കിലും ഒക്കെ നേ എന്നുള്ള കാര്യം കൂട്ടി കൊടുക്കണ ഒരു സംഭവമുണ്ട്. നേ എന്നുള്ള ഒരു വാക്ക് എവിടെയെങ്കിലും, അതിന് അങ്ങനെ സ്ഥാനമാനൊന്നുമില്ല. അപ്പൊ നേ എന്നുള്ളതിന്റെ ഈ ഒരു സംഭവത്തിൽ ഭൂത്കാലിലാണ് എന്നുള്ളത് പഠിപ്പിക്കണം. അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഞാൻ നേരിനെ കുറിച്ചിട്ടൊന്ന് പറയുന്നത്, വേഗം തന്നെ നമുക്ക് ഇതിന്റെ ഭൂത്കാലിന്റെ ഭേദുകള് പഠിക്കാം. നോക്കാം. ഭൂത്കാൽ കെ ഭേദ്, ഞാൻ മുന്നേ പറഞ്ഞു 6 ഭേദാണ് അതിന്റെ ഉള്ളത്. പറഞ്ഞാൽ ഇപ്പൊ കാലിന്റെ ആണെങ്കിൽ കാലിന് ഭേദ് എന്ന് പറയുന്നത് ഭൂത്കാൽ, വർത്തമാൻകാൽ, ഭവിഷ്യകാലാണെന്ന് പറഞ്ഞു. ഇനി ഉപഭേദ്, ഉപഭേദ് പറഞ്ഞാൽ ഇതിന്റെയും ഭേദ്, ഉപഭേദ് അതിനെ പറയുക ഉപഭേദ് എന്നാണ്. അപ്പൊ ഇനി 6 എണ്ണാണ് അതുള്ളത്. ഫസ്റ്റ് 6 ഭേദങ്ങളാണ് മെയിൻ ആയിട്ട് ഭൂത്കാലിലുള്ളത്. ഫസ്റ്റ് വണ് സാമാന്യ, സാമാന്യ ഭൂത്, സാമാന്യ ഭൂത്കാൽ. പിന്നെ പൂർണ്ണ ഭൂത്കാൽ, അപൂർണ ഭൂത്കാൽ, आसन्न, आसन्न भूतकाल, संदिग्ध भूतकाल, लास्ट हेतु हेतुमत. ഇങ്ങനെ 6 എണ്ണാണ് ഇതിലുള്ളത്. സാമാന്യ, സാമാന്യ, പൂർണ്ണ, അപൂർണ, ആസന്ന, സന്ദിഗ്ധ്, ഹേതു, ഹേതുമത്. ഇനിയിപ്പോ ഇതിന്റെ പേര് ഓർമ്മ വെക്കാൻ എന്തെങ്കിലും ഇത് ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഞാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പേരുകൾ ബൈഹാർട്ട് ചെയ്യണം, അത് പ്രോപ്പർ ആയിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഇതെല്ലാ ഭേദന്റെയും കൂടെ വരും. അപ്പൊ ഇതില് സാമാന്യ ഭൂത്, പൂർണ്ണഭൂത്, അപൂർണഭൂത്, ആസന്ന ഭൂത്, സന്ദിഗ്ധ ഭൂത്, ഹേതു, ഹേതുമത്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്, എന്താണ് അതിന്റെ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സാമാന്യ ഭൂത്. സാമാന്യ ഭൂത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും സാമാന്യമായത്, അങ്ങനെയുള്ള ഒരു മനസ്സിലേക്ക് പെട്ടെന്ന് വരാവുന്ന ഒരു കേസാണ് സാമാന്യ ഭൂത്. ഇതിനെ സാമാന്യ ഭൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയി, കാര്യം കഴിഞ്ഞുപോയി, ബീത്തെ ഹുവേ സമയം. പക്ഷെ നിശ്ചിത് ജ്ഞാൻ നഹി ഹെ, എപ്പോഴാണ് കഴിഞ്ഞ എന്നുള്ളതിന്റെ ശരിക്കല്ല ഒരു അറിവില്ല. നിശ്ചിത് ജ്ഞാൻ നഹി, കാര്യം കഴിഞ്ഞു പോയി, പക്ഷെ കറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഇല്ല. സോഹൻ ഗയ, സോഹൻ പോയി, പക്ഷെ എപ്പോ പോയി, എപ്പോഴാണ് പോയത്, ആ സമയം, ഇവിടെ കാലാണ് നമ്മൾ, അതുകൊണ്ട് എപ്പോ എന്നുള്ളതിന്റെ ആ സമയം അത് കിട്ടില്ല. ആ സെന്റൻസുകളിൽ നമുക്ക് എന്ത് കിട്ടില്ല, കബ്, എപ്പ പോയി എന്നുള്ളതിന്റെ സമയം കിട്ടില്ല. കബ് എന്നുള്ള ക്വസ്റ്റ്യന്റെ നോ ആൻസർ, നോ ആൻസർ. ഓക്കെ, കബ് എന്നുള്ളതിന്റെ ആൻസർ കിട്ടില്ല. എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ താഴെ എഴുതാം. ഇതിന്റെ എക്സാമ്പിൾ ഓരോന്ന് കഴിഞ്ഞ് ഞാൻ എക്സാമ്പിൾസ് റബ് ചെയ്യേ, സോറി. അതിന് സാമാന്യ ഭൂത്തിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതാണ് ഞാൻ. സോഹൻ ഗയ, സോഹൻ പോയി. കബ് ഗയ, നോ ആൻസർ. ओके, नेक्स्ट, राम ने खाना खाया. कब खाया, नो आंसर. कब खाया, ആൻസർ ഇല്ല. രാം ने खाना खाया, എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, എപ്പോ കഴിച്ചു, നമുക്ക് ഉത്തരമില്ല.
ഇനി എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. സീത ने പത്ര लिखा. സീത ने പത്ര लिखा. സീത ലെറ്റർ എഴുതി. കബ് ലിഖ? നോ ആൻസർ. സോ കബിന് ഉത്തരങ്ങൾ കിട്ടാത്തത് നോ ആൻസർ. നോ ആൻസർ. ഓക്കെ, കബിന് ഉത്തരം ഉണ്ടാവില്ല. അതിനെയാണ് എന്ത് പറയാ? സാമാന്യ ഭൂത്കാൽ എന്ന് പറയുക. സാമാന്യ ഭൂത്കാലിന്റെ എക്സാമ്പിൾസിൽ കബ് കബ് കിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കബ് ഹുവ, കബ് കിയ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ആ സെന്റൻസിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. അതാണ് സാമാന്യ ഭൂത്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തതിന് പോവാം. പൂർണ്ണഭൂത് എന്താ എന്ന് നോക്കാം. പൂർണ്ണഭൂത്, പൂർണ്ണഭൂത്തില് മുഴുവനായിട്ട് നമുക്ക് അറിയാം എന്താണ് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് പൂർണ്ണഭൂത്തില് വരിക. നമുക്ക് നോക്കാം. നമ്മൾ മെയിൻലി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി പറഞ്ഞ ഥാ ഥേ ഥി എന്ന് വരുന്ന ഒരു കണ്ടീഷനാണ് പൂർണ്ണഭൂത്തില് വരിക. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത് എപ്പോഴാണ് നടന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ അങ്ങനെ ഉറപ്പായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുള്ളത്, പൂർണ്ണമായിട്ട് ഉറപ്പുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഥാ ഥേ ഥി എന്നൊക്കെ വരുന്നതാണ് ഇവിടെ പൂർണ്ണഭൂത്തിന്റെ ഇതില് വരും. ലാസ്റ്റ് സെന്റൻസിന്റെ ലാസ്റ്റ് എന്ത് വരും? ഥാ ഥേ ഥി എന്നൊക്കെ വരുന്നതാണ് പൂർണ്ണഭൂത്കാലിൽ വരുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇനി പൂർണ്ണ എന്നതിന്റെ നമ്മള് എക്സാമ്പിൾസ് ആണ് കാണുന്നത്. എക്സാമ്പിൾസ് കാണുമ്പോൾ ഞാൻ പറയാം. मैं खाना खा चुका था. मैं खाना खा चुका था. നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് കഴിച്ചത് എന്നുള്ളത് ഇവിടെ അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഥ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തു. വഹ विद्यालय गया था. उसने राकेश को मारा था. എസ്, ഇതേപോലെ ഥാ ഥേ ഥി എന്നൊക്കെ ലാസ്റ്റ് വരുന്നത് കാരണം ക്ലിയർ ആയിട്ട് നമുക്കറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്ന കാര്യങ്ങളാണ് എന്തിൽ വരിക? പൂർണ്ണ ഭൂത്കാലിൽ വരിക. പൂർണ്ണമായിട്ടും നമുക്കത് അറിയാം. ആദ്യത്തെ സാമാന്യ പറഞ്ഞാൽ ഏകദേശം എപ്പോഴാണ് നടന്നത് നമുക്കറിയാം, പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ഈ ഥാ ഥേ ഥി ഉണ്ടാവില്ല. ഥാ ഥേ ഥി ഉണ്ടാവില്ല. കബ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഇതും ഉണ്ടാവില്ല, ആൻസറും ഉണ്ടാവില്ല. ഥാ ഥേ ഥി ഉണ്ടാവില്ല. നോ ഥാ ഥേ ഥി. ഓക്കെ, ഇവിടെ അങ്ങനെ ഥാ ഥേ ഥി എന്നുള്ളത് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിർത്തിയതാണെങ്കിൽ मैं खाना खा चुका, वह विद्यालय गया, उसने राकेश को मारा. कब मारा, कब गया, कब हो चुका है, खा चुका. ഉത്തരങ്ങളില്ല അല്ലെ? അപ്പൊ ഇതെന്തായി മാറും? സാമാന്യ ഭൂതായി മാറും. ക്ലിയർ ആക്കുക ഒന്നും കൂടി കോൺസെപ്റ്റ്. നമ്മുടെ ഇതില് ഥാ ഥേ ഥി കൂടുമ്പോ പൂർണ്ണൽ വരും. ഥാ ഥേ ഥി ഇല്ലാണ്ട് എഴുതുന്ന സമയത്ത് എന്തിൽ വരും? നമ്മുടെ സാമാന്യ ഭൂത്തിലാണ് അത് വരാൻ പോണത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇവിടെ ഥാ ഥേ ഥി ഉണ്ടാവില്ല ഫസ്റ്റ് വണ്ണില് സാമാന്യ ഭൂത്തില്. രണ്ടാമത്തെ പൂർണ്ണ ഭൂത്തില് അതിന്റെ കൂടെ ഥാ ഥേ ഥിയും കൂടി ആഡ് ആവും. ഇപ്പൊ മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ എന്തിൽ പോവും? സാമാന്യയില് പോവും. ഇത് ഥാ എന്നുള്ളത് കൂടിക്കഴിഞ്ഞാൽ പൂർണ്ണല്. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ സാമാന്യ, ഇത് പൂർണ്ണ, ഇത് സാമാന്യ, ഇതും കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണ. ക്ലിയർ ആയിണ്ടാവും കോൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് അത് സംശയമേ വരില്ല. ഇതുവരെ ഉള്ളെങ്കിൽ സാമാന്യ ഭൂത്ത്, അത് കഴിഞ്ഞാൽ പൂർണ്ണ. ഓക്കെ, ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കണം അപൂർണ ഭൂത്ത്. അപൂർണ ഭൂത്തിന്റെ എന്താണ് നമ്മൾ ഇതാക്കാൻ പോണത് എന്നുള്ളത്. ഇതിന്റെ ക്രിയ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ക്രിയ നടന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അതിന്റെ സമാപ്തി അല്ലെങ്കിൽ സമാപ്ത് കബ് ഹുവ,
നമ്മുടെ അവസാനം, ആ ക്രിയ എപ്പോഴാണ് അവസാനിപ്പിച്ചത് എന്നുള്ളത് അറിയില്ല. സമാപ്ത് കബ് ഹുവ, നോ ഐഡിയ. അതിനെ കുറിച്ചിട്ട് നോ ഐഡിയ. സമാപ്ത് കബ് ഹുവ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും നമുക്ക് അറിയില്ല. അതാണ് അപൂർണ ഭൂത്. കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ എപ്പോ ആണ് അത് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ അറിയില്ല. ഇനിയിപ്പോ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം ഇതേപോലെ എന്താണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാമ്പിൾസിലൂടെ ഞാൻ പറഞ്ഞുതരാം. So first example, അപൂർണല് गौरी खीर खा रही थी. गौरी खीर खा रही थी. ഗൗരി പായസം കഴിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സംശയമാണ്. പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, പക്ഷെ അത് കഴിഞ്ഞോ, ഗൗരി കഴിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. അതാണ് അവിടെ അങ്ങനെ വരുന്നത്. विद्या अपने गांव जा रही थी. വിദ്യ അവനവന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് നമുക്കറിയാം, പക്ഷെ അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കോൺസെപ്റ്റ് ഇവിടെ അങ്ങനെ ക്ലിയർ അല്ല. അതാണ് ഇവിടെ അങ്ങനെ അപൂർണമായ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. അവിടെ എത്തിയോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ എൻഡിങ് ആയേ എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ തുടക്കം നമുക്കറിയാം, എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. സോ നെക്സ്റ്റ്, ഭക്തോं द्वारा पूजा की जा रही थी. Now here ഇവിടെയാണ് നമ്മൾ ട്രിക്ക് വരുന്നത്. രഹി ഥി, രഹാ ഥ, അങ്ങനെയൊക്കെ. രഹാ ഥ, രഹി ഥി. ഇവിടെ ഥാത്തേ ഥി മാത്രമേ വരുള്ളൂ, ഇവിടെ ഥാത്തേ ഥി വരില്ല. അതിന് മുന്നേ തന്നെ ക്ലോസ് ആവും. ഇവിടെ അപൂർണല് രഹാ ഥ, രഹി ഥി, രഹേ ഥേ, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇവിടെ അങ്ങനെ എന്ത് വരിക? അപൂർണ ഭൂത്ത്. രഹ, രഹേ, രഹി അങ്ങനത്തെ ഇതിന്റെ കൂടെ ഥി, ഥാ, ഥേ എന്നുള്ളത് കൂടി വരുമ്പോഴാണ് എന്ത് വരിക? അപൂർണ ഭൂത്ത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നിന്ന് മറ്റേക്ക് എങ്ങനെ കണക്ട് ആവാം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാം. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ കീവേഡ്സ് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം എക്സാംസിന് എല്ലാത്തിനും തന്നെ, ഒരുവിധം അല്ല എല്ലാ എക്സാമിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ട്രിക്ക് ചെയ്തിട്ട് ഇത് പഠിക്കാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് കാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക് ആസന്ന. ആസൻ, വാട്ട് ഈസ് ആസൻ? ആസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കട്ട്, അടുത്തുള്ളത്, ഇപ്പൊ കഴിഞ്ഞതേയുള്ളൂ, ജസ്റ്റ് കഴിഞ്ഞതേയുള്ളൂ, ജസ്റ്റ് ഫിനിഷ് ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതാണ് ആസൻ. ഓക്കെ, ആസന്നിന്റെ ഇതാണ് നിക്കട്ട്, അടുത്ത് തന്നെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആസന്നിൽ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിണ്ടാവും. ഇനി ഇതിന്റെ കീവേഡ്സ് എന്താ എങ്ങനെ എന്നുള്ളത് ഞാൻ ഇതില് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മൾ എന്ത് നോക്കും? എക്സാമ്പിൾസ് നോക്കും. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാലാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് കഴിഞ്ഞത് ഇപ്പൊ അടുത്താണ് എന്നുള്ളതാണ് നമ്മൾ ആസന്നില് എപ്പോഴും കാണുന്നത്. മോഹൻ गांव से लौटा है. yes, മോഹൻ ഗാവ് സെ ലോട്ടാ ഹെ, ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, മോഹൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. മോഹൻ ഗാവ് സെ ലോട്ടാ ഹെ. मैं खाना खा चुकी हूं. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ജസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. मैं खाना खा चुकी हूं. खा चुकी थी എങ്ങനെയെന്നല്ല, खा रही थी അങ്ങനെയല്ല വന്നത്. എന്താണ്? मैं खाना खा चुकी हूं, ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞു, എന്റെ കഴിക്കല് കഴിഞ്ഞു. मेरा मित्र
मेरे घर आया है. മേരാ മിത്ര എന്റെ ഫ്രണ്ട് എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നേ പറയുള്ളൂ. മീൻസ് ഇവിടെ ഇങ്ങനെ നമ്മുടെ നോർമലി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറ്റുന്ന ഒരു തെറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഹേ ഹൂ അങ്ങനെയൊക്കെ വരുന്നത് വർത്തമാൻ കാലിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ ഒരു ഏരിയയിലാണ്. എന്താ വെച്ചാൽ എപ്പോഴും ഭാഗ്യതി വന്ന് മാത്രമാണ് പാസ്റ്റ് ടെൻസ് ആവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുന്നു. ഇവിടെ ഹേ ഹൂ എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് പോലും ഇത് എവിടെ വരുന്നത്, ഭൂത്കാലിലാണ് വരുന്നത്. ഇവിടെ അങ്ങനെ ആസന്ന ഭൂത്കാലാണ് പറഞ്ഞ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഫിനിഷ്ഡ്. ഓക്കെ, ഇതില് ഹേ ഹൂ ഒക്കെ വരാം, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം വരും. മനസ്സിലായത്? വർത്തമാൻ കാലിലല്ല വരാ, നമ്മൾ സെന്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. മോഹൻ ഗാവ് സേ ലോട്ടാ ഹേ, നാട്ടിൽ നിന്ന് വന്നു. ആ വന്നു, ഇരുന്നു, വെച്ചു, വന്നിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് പറയാ, ആസന്ന ഭൂത്. ജസ്റ്റ് ഫിനിഷ് ആയിട്ട് എഴുതും. നമുക്ക് വേറെ ഒന്നും അറിയില്ല. മനസ്സിലായെന്ന്? ഇനിയാണ് സന്ദിഗ്ധ ഭൂത്. സന്ദിഗ്ധ ഭൂത് എന്നാണ് അടുത്തതുള്ളത്. സന്ദിഗ്ധ ഭൂത്തിന്റെ എന്താ വെച്ചാൽ വീണ്ടും സമാപ്തിയിലെ ഒരു ചെറിയ സന്ദേഹമുണ്ട്. നമ്മുടെ ഇത് എപ്പോഴാണ്, കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നുള്ളതിന് ഒരു ചെറിയ സന്ദേഹമുണ്ട്. ഇവിടെ ഇങ്ങനെ അതേപോലെ തന്നെ ആയിരുന്നു, രണ്ടും കൺഫ്യൂസ് ആവരുത്. എന്താ വെച്ചാൽ കീവേഡ്സ് തരാം, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് നോക്കാം. यदि मोहन पढ़ता तो पास होता. यदि मोहन पढ़ता तो पास होता. यदि मैं समय पर घर पहुंचता तो उन्हें देख सकता. राधा आती तो मैं चला जाता. ഏകദേശം ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എങ്ങാനും മോഹൻ പഠിച്ചതായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ പാസ്സാവുമായിരുന്നു. മോഹൻ പഠിത്താത്തോ പാസ് ഹോ ജാത്ത. യദി മേ സമയ പർ ഘർ പഹുച്ച്ത, എങ്ങാനും ഞാൻ വീട്ടിലേക്ക് സമയത്തിന് എത്തിയതായിരുന്നെങ്കിൽ, അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയതാണ്, എത്തിയെന്നായിരുന്നെങ്കിൽ ഉൻഹെ ദേഖ് സക്ത, അവരെ കാണാമായിരുന്നു. രാധ ആത്തി തോ, രാധ വന്നതായിരുന്നെങ്കിൽ മേ ചലാ ജാത്ത, എനിക്ക് പോവാമായിരുന്നു. ഇനി ഇതേ സാധനം ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു വഴി കൂടി ഉണ്ട്. ഇതിനെ നേരെ തിരിച്ചിതാക്കുക. മോഹൻ പാസ് നഹി ഹുവാ ക്യോങ്കി ഉസ്നെ നഹി പഠാ. മോഹൻ പാസ് ക്യോ നഹി ഹുവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാരണം ഉണ്ടാവും. मोहन पास क्यों नहीं हुआ, मोहन ने पढ़ाई नहीं की इसलिए पास नहीं हुआ. ओके, उन्हें क्यों नहीं देख पाया मीन्स क्यों എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം, ക്യോ എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം ആൻസർ ഇതില് ഉണ്ടാവും. ക്യോ എന്നുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം ഉണ്ടാവും. ക്യോ നഹി ദേഖ് പായ എന്ന് പറയാം, ക്യോങ്കി വഹ ഘർ നഹി പहुंचा. राधा आती तो मैं चला जाता, मैं वो क्यों नहीं गया, രാധ നഹി ആയി. പറഞ്ഞ ക്യോ എന്നുള്ളതിന് ഉത്തരം കൊടുക്കുക. അതേപോലെ തോ എന്നുള്ളതിന്റെ ഇതും വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള സെന്റൻസുകളാണ് എന്ത് പറയാ, ഹേതു ഹേതുമത്. നമുക്ക് അത് അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കാമായിരുന്നു, പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കാമായിരുന്നു. ഇങ്ങനെയാണ് ഈ 6 ഭേദ് കിടക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഇത്രയെങ്കിലും എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തവർക്ക് സ്ഥിരമായിട്ട് മനസ്സിലാവാത്ത വിധം തന്നെയാണ് എനിക്ക്. ഒരു ക്വിക്ക് റിവിഷൻ. സാമാന്യ ഭൂത്, സാമാന്യ ഭൂത്തില് കബ് എന്നുള്ളതിന്റെ
കറക്റ്റ് ഇൻഫർമേഷൻ നമുക്കില്ല, ധാതേഥി ഉണ്ടാവില്ല. ഫസ്റ്റ് പൂർണ്ണഭൂത്തിൽ ധാതേഥി ഉണ്ടാവും ലാസ്റ്റില്. അപൂർണഭൂത്ത് ധാതേഥിയുടെ കൂടെ തന്നെ രഹ, ധ, രഹി, ധി, രഹ, രഹി അങ്ങനത്തെ കാര്യങ്ങൾ വരും. ആസന്നഭൂത്ത് പറഞ്ഞ അപ്പൊ തന്നെ നടന്നിട്ടേ ഉള്ളൂ. കണ്ടാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വർത്തമാനാണോ എന്ന് സംശയിക്കാൻ പറ്റുന്ന ഹേ, ഹൂ അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരിക. സന്ദിഗ്ധ ഭൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്നുള്ളതിന് സന്ദേഹം ഉണ്ടാവും. അവർ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നുള്ളതിന് സന്ദേഹം പറഞ്ഞ സംശയമാണ് ഉണ്ടാവുക. ഓക്കെ, അവര് കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പാടിയിട്ടുണ്ടാവും. അങ്ങനെ ഹോഗി എന്നുള്ളതിന് വരുന്നതാണ് സന്ദിഗ്ധ ഭൂത്ത് എന്ന് പറയുന്നത്. ഹേതുമത് എന്ന് പറഞ്ഞത് എന്തോ ഒരു കാരണവശാൽ മുന്നേ നടന്നതായിരുന്നെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയുള്ള കമ്പാരിസൺ ആണ് ഹേതുമത്തിൽ വരില്ല. അവിടെ ക്യോം എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് പാർട്ടിൽ ക്യോം ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ടിന് അതിന്റെ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ വാക്യങ്ങളാണ് ഹേതുമത്തില് വരിക. അപ്പൊ ഭൂത്കാൽ എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് വീക്കില് ഇതിന്റെ ബാക്കിയായിട്ട് എത്താം. സോ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് കറക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ വലിയ ക്ലാസ്സസിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരായാലും ഒന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്താണ് അവിടെ ഷോർട്ട് കട്ട് കീസ് പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ട് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇത് കറക്റ്റ് ആയിട്ട് അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്സ് പോവും എന്നുള്ളത് പേടിയും വേണ്ട. ആ കീവേഡ്സ് ആണ് അതിന്റെ മെയിൻ ട്രിക്ക് കണ്ടുപിടിക്കാനായിട്ട്. അത് യൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടാവുക. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്, വെയിറ്റ് ചെയ്യുക. അതിന്റെ ബാക്കിയായിട്ട് അടുത്തേക്ക് വരാം. എന്ന് വെച്ചത് റിയലി ലെങ്തി ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കാലം എന്നുള്ള ടോപ്പിക് എത്ര ലെങ്തി ആണെന്ന്. ഞാൻ ഒരുമിച്ച് അത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചില്ല. എന്താ വെച്ചാൽ അത് മനസ്സിലാവില്ല എന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ്. അതില് നിങ്ങൾ തൃപ്തിപ്പെടുക, അടുത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ മറക്കണ്ട കേട്ടോ. കമന്റാണ് എനിക്കുള്ള പ്രചോദനം. ഓക്കെ, താങ്ക് യു.